അപ്പോഴേ വാ നമുക്കിന്നൊരു ടുലിപ്സ് ഡസ്റ്റ് ഡെക്കോർ ഉണ്ടാക്കാം. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9 സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ എടുക്കുക. ആൻഡ് ലീഫിന് വേണ്ടിയിട്ട് 7/6 ഒരു പേപ്പർ കട്ട് ചെയ്യുക. ഇതിൻ്റെ ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് ഒരു 12 സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഫോൾഡ് ചെയ്ത് മാത്രം ഉണ്ടാക്കുന്ന ടുലിപ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടുലിപ്സ് ഉണ്ടാക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റ് ആക്കണം കേട്ടോ. ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഗമ്മൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം യൂസ് ആക്കാം, അത്രേ ഉള്ളൂ. ഇതിന് മാത്രമേ ടുലിപ്സിന് എന്താ അപ്പോൾ ഇത്ര ഡിമാൻഡ്. നിങ്ങൾക്ക് ടുലിപ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കാം കേട്ടോ. ഇതേപോലൊക്കെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുന്നത് മാറിക്കഴിഞ്ഞാൽ ടുലിപ്സ് നമുക്ക് ചിലപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. ഇതേപോലെ ഓപ്പൺ ചെയ്യാം, വീണ്ടും അത് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് 4 സൈഡും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ആൻഡ് ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഒരു പെറ്റൽ ഓപ്പൺ ചെയ്തിട്ട് മറ്റേ പെറ്റൽ അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടുലിപ്സ് സെറ്റായി കിട്ടും. ഈ ഹോളിൽ കൂടെ ഒന്നങ്ങ് ഊതി കൊടുത്തോളി. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ പെറ്റൽസൊക്കെ വന്നിട്ട് നിവർത്തി കൊടുക്കുക. അതിൻ്റെ എൻഡൊക്കെ ഒന്ന് എന്താ പറയുക, പെറ്റൽസിൻ്റെ ഇതെല്ലാം അങ്ങനെ വിരിഞ്ഞ് നിൽക്കൂലേ, അതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ടുലിപ്പ് സെറ്റായി. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റമ്മ് സെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ലീഫും സെറ്റായി കിട്ടും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡിൽ ലീഫ് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു പേപ്പർ എടുക്കുക, റോൾ ചെയ്യുക, 2 ലീഫ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റമ്മ് സെറ്റായി കിട്ടും. ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഇൻസ്പയർഡായിട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ അങ്ങ് ഫോൾഡ് ചെയ്യാം. ഒരു ലീഫ് കിട്ടും, ഒരു ലീഫും ഒരു സ്റ്റെമ്മും കിട്ടും. ഇതേപോലെ മറ്റൊന്ന് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. 4 എൻഡ് നമ്മൾ എൻവലപ്പിൻ്റെ ഒക്കെ കവറില്ലേ, അതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ഫോൾഡ്സ് കിട്ടും. എന്നിട്ട് ഈ 2 എൻഡും കൂടെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടുന്ന് 3 പാർട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ബാക്കി പോർഷൻ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളുടെ ബാസ്ക്കറ്റും സെറ്റായി കിട്ടും. ഇനി ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അത് നിൽക്കും അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. ഞാൻ വെറുതെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതെന്നുള്ളൂ. എന്നിട്ടൊരു ഗം യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ടുലിപ്സ് ഡസ്റ്റ് ഡെക്കോർ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.